ഇന്നത്തെ ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. രാവിലെ എഴുന്നേൽക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഓടിനൊക്കെ ഒരു ചോർച്ചയുള്ളത് കാരണം വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വീണ കാരണം ഞാൻ ചാടി എഴുന്നേൽക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് പഠിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് നേരം ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മഴയൊക്കെ കാരണം പുറത്തിറങ്ങാനും പറ്റില്ല. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാങ്കിങ് പഠിക്കാമെന്ന്. കുറേ ദിവസമായി ബാങ്കിങ് ഒക്കെ പഠിച്ചിട്ട് എന്താണെന്ന് അറിയില്ല. ഇപ്പോഴായി പിന്നെ പഠിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പഠിക്കാൻ ഇതൊക്കെ കവർ ചെയ്യണം എന്നുള്ളതൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴായി പിന്നെ എന്തോ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല, കുറച്ച് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല നല്ല ക്ലാസ്സുകളൊക്കെ ഇനി കേട്ട് നോക്കേണ്ടി വരും. അപ്പോൾ ഞാനതാണ് ബാങ്കിങ്ങിൻ്റെ കുറച്ച് നമ്മുടെ RRB അതേപോലെ തന്നെ ലീഡ് ബാങ്ക് സ്കീമോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഓരോ വകുപ്പുകളൊക്കെ ഒന്ന് നോക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു, അതുപോലെ തന്നെ വകുപ്പിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അപ്പോൾ വകുപ്പുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഏതായാലും അകത്തിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പുറത്ത് ഭയങ്കര മഴയോ അതുപോലെ തന്നെ ചീതനൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാനവിടെ നനഞ്ഞു കുളിക്കും. അത് കാരണം ഞാൻ അകത്തിരുന്ന് തന്നെ പഠിക്കലായിട്ടോ. അങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് വേണം ബാക്കി പണികളൊക്കെ ഒന്ന് നോക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് പോലൊരു പിടിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം അടുക്കളയ്ക്ക് പോയിട്ട് അപ്പോൾ ഇനി ആ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഞാൻ ഇതും കൂടെ നമ്മുടെ RBIയും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുവിധം ഓരോ ടെക്സ്റ്റുകളും കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം സമയം കിട്ടും. പക്ഷേ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്തോ പറ്റുന്നില്ല, ഫുൾ അങ്ങോട്ട് കവർ ചെയ്യാൻ പറ്റുന്നില്ല പണ്ടത്തെ പോലെ. പണ്ടൊക്കെ കുറേ സമയമുള്ള പോലെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്തോ സമയവും കിട്ടുന്നില്ല, ഒന്നിനും ഒരു കോൺസെൻട്രേഷൻ ഇല്ലാത്ത പോലെയൊക്കെ തോന്നുന്നു. കാരണം ഓരോ ടെക്സ്റ്റുകളും കവർ ചെയ്ത് ഫുള്ളാവുന്നില്ല. പിന്നെ കുറേ നേരം ഒന്ന് പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫംഗ്ഷനുകളുണ്ടായ കാരണം അവിടേക്ക് പോയി ഇവിടേക്ക് പോയി കഷ്ടിച്ച് ഒരാഴ്ചയാണ് നമുക്ക് കിട്ടുന്നത്. മറ്റേ എക്സാം അതുപോലെ തന്നെയായിരുന്നു. അതിന് മുമ്പും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പെട്ടെന്ന് എക്സാമും ആയി. അപ്പോൾ അതും കുറേ ലാഗായിപ്പോയി. അങ്ങനെ ഒരുവിധപ്പെട്ട പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അമ്മ ഒരു പീസ് പപ്പക്കായ കൊണ്ടുവന്നത് കേട്ടോ. കാരണം ഞാൻ ചള്ള് പപ്പക്കായാന്ന് വിചാരിച്ച് പൊട്ടിച്ച് വെച്ചതായിരുന്നു. പക്ഷെ അത് അത്യാവശ്യം മൂത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ ഒരു പരുവത്തിൽ പഴുപ്പിക്കാനായിട്ട് വെക്കാൻ പറ്റില്ല, കാരണം ചീഞ്ഞു പോകും. അപ്പം ഞാൻ തന്നെ ഇരുന്ന് കഷ്ടപ്പെട്ട് തിന്നു കേട്ടോ പകുതിയോളം. ഇനി പകുതി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഊണ് കഴിക്കാനായിട്ട് ഇത് പപ്പക്കായ ഇട്ട് വെച്ചിട്ടുള്ള നമ്മുടെ നാടൻ സാമ്പാറും അതുപോലെ തന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു കേട്ടോ. ചാളയായിരുന്നു. പിന്നെ നാരങ്ങച്ചാറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വഴുതനങ്ങ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയായപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് കുറച്ച് ക്രാബ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നടന്ന് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ റോഡ് പണിയുന്ന കാരണം ഇപ്പുറത്തെ സൈഡിൽ കൂടെ അധികം വാഹനങ്ങൾ വരുന്നില്ല. വല്ലപ്പോഴും 1-2 വാഹനങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നടന്ന് പോകാനായിട്ട് സുഖമാണ്. പിന്നെ ഭയങ്കര വെയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് നടക്കാതെ വേറെ വഴിയില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്ന് പോവുകയാണ്. റോഡ് സൈഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പുറത്തെ ഭാഗവും ഇപ്പുറത്തെ ഭാഗവും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത പോലെയാണ്. ഇപ്പുറത്ത് നമ്മൾ നടന്നു പോകുന്നത് അപ്പുറത്തെ ആൾക്കാർക്ക് കാണില്ല, അതുപോലെയാണ്. അങ്ങനത്തെ ഇവിടെ പകുതി പണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റോഡ് പണി. ഇങ്ങനെ ഇവിടെ ഒരു പാലമുണ്ട്. അപ്പോൾ അത് കാരണം ഇങ്ങനെ സൈഡ് ഇങ്ങനെ കുത്തനെ ഇങ്ങനെ കയറുന്ന പോലെയാണ്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നോർമലായ പോലെയായി നമ്മുടെ റോഡുമായിട്ട്. അപ്പോൾ അത്യാവശ്യം നടന്ന് എത്താറായിട്ടുണ്ട്. പകുതി ദൂരം എത്തി. കുട എടുത്തിട്ടുള്ള തന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടു. കാരണം സൂര്യനിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കുട എന്തായാലും വേണം. അതുമാതിരി വെയിലാണ് കേട്ടോ. അങ്ങനെ അത്യാവശ്യം കുറച്ച് ദൂരം എത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തുമ്പോഴേക്കും നമ്മളൊരു പരിവാവും, അതുപോലെയാണ്. അങ്ങനെ ഞങ്ങൾ കടയിലെത്തി. അപ്പം ഞാൻ കമ്മലൊക്കെ ഒന്ന് വെറുതെ നോക്കിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ നിന്നാട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു കമ്മൽ മേടിച്ചത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇതെടുത്തത്. അപ്പോൾ അത്യാവശ്യം 40-50 റേറ്റുള്ള കമ്മലുകളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം കൊട്ടകളൊക്കെയാണ്. കൊട്ടകൾ പിന്നെ കുറേ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ കുറച്ച് ബണ്ണുകളൊക്കെ നോക്കി. അപ്പോൾ 1-2 ബണ്ണ് മേടിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഒരു എലാസ്റ്റിക് മേടിക്കാനുണ്ടായിരുന്നു പാൻറ് അടിക്കാനായിട്ട്. അപ്പോൾ അത് മേടിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ മേടിച്ചു. പിന്നെ ഞാൻ ക്രാബ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പുറത്തേക്ക് പോയതാണ് കേട്ടോ. ക്രാബ് നോക്കിയിട്ട് മര്യാദയ്ക്ക് കണ്ടില്ല. കുറേ നേരം നോക്കിയിരുന്നപ്പോഴാണ് ചെറിയ ചെറിയ ക്രാബുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം മേടിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര കളർഫുള്ളായിട്ടുള്ളതാണ്. ബ്ലാക്ക് നോക്കിയിട്ട് ബ്ലാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചൊരു വുഡിൻ്റെ കളർ ഉണ്ടെന്ന്, അപ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു വയലറ്റ് ക്രാബ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ 1-2 അത് മേടിച്ചു. പിന്നെ നമ്മുടെ ടിക്കുകളാട്ടോ. ഇപ്പോൾ കുറേ നാളായി മേടിച്ചിട്ട് പല കളേഴ്സുണ്ട്. അപ്പം ഞാൻ ബ്ലാക്ക് അതിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൽ നിന്ന് ബ്ലാക്ക് ഒരു 4 ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നടക്കാനായിട്ട് തുടങ്ങി. വരുമ്പോൾ പിന്നെ ഞങ്ങൾ പതുക്കെ നടന്നുള്ളൂ. വീട്ടിലെത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പം ഞങ്ങൾ ഏതായാലും റോട്ടിൽ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ആട്ടോ നടന്നത്. കുട എടുത്ത കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടേനായിരുന്നു കേട്ടോ.
അങ്ങനെ അത്യാവശ്യം റോഡ് സൈഡിൽ മഴയൊക്കെ പെയ്ത് ചെളിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ന് വെച്ചാൽ ആ ചെളിയിലും ചവിട്ടി ആകെ കാലുമൊക്കെ ചെളിയായി. ഒരു പ്രാവശ്യമാണ് നമ്മൾ ഈ റോഡ് പണിയുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴും നമുക്ക് ഇതിൽ കൂടെ നടക്കാനാണ് എളുപ്പം. മെയിൻ റോഡിൽ കൂടെ പോകുന്നതിനേക്കാളും നല്ലത് ഇതിൽ കൂടെയാണ്, വാഹനങ്ങൾ കുറവായിരിക്കും. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലേക്കുള്ള വാഹനം ഇതുപോലെ ഒരു കുഞ്ഞു റോഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഭയങ്കര തിക്കാണ്, നമുക്ക് നടക്കാൻ പറ്റില്ല. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഇതുപോലെ ചെളിയൊക്കെ ഇട്ടിട്ടുള്ള സ്ഥലത്ത് കൂടെ നടന്നതാണ്. എൻ്റെ കാല് പെട്ടെന്ന് ഇങ്ങനെ താന്നു പോയി, കാലുമ്മലും ചെളിയായി, ആകെ ചെളിയിൽ മുങ്ങിയ പോലെയായി. പിന്നെ അന്നെന്ന് വെച്ചാൽ മഴ പെയ്യുന്നുണ്ട്, അപ്പം വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് കാല് കഴുകിയല്ലേ ഞാൻ ഷൂട്ട പോലെ ആയിപ്പോയേനായിരുന്നു. റോട്ടിൽ കൂടെ നടന്ന് പോരേണ്ടതല്ലേ. അങ്ങനെ അന്ന് ആ വെള്ളമുള്ള കാരണം ഞാൻ രക്ഷപ്പെട്ട്. പക്ഷേ ഇന്നെന്ന് വെച്ചാൽ അത്ര ഇല്ല, നമ്മുടെ ചെരുപ്പുമ്മ ചെളിയായിരുന്നുള്ളൂ, വേറെ കാലുമൊന്നും ആവുന്നില്ല കേട്ടോ. അങ്ങനെ ദേ നമ്മൾ നടന്ന് പകുതി ദൂരം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റോട്ടിൽ കൂടെ, മെയിൻ റോഡ് കഴിഞ്ഞു, ഇനി നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാട്ടത്. ഇതൊരു കുറച്ച് ദൂരമുണ്ട്, ഒരു 10 മിനിറ്റ് ഇല്ല, ഒരു 5-6 മിനിറ്റേ ഉള്ളൂ. അത്ര ദൂരം നടന്നാൽ മതി. അതിനെ പോരുന്ന വഴിയിലാട്ടോ കുറേ ആത്തച്ചക്ക ഉണ്ടായി നിൽക്കുന്നത് കണ്ടത്. ആ വീട്ടിൽ കുറേ ആത്തച്ചക്ക അതുപോലെ തന്നെ ചക്കയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ആത്തച്ചക്ക കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആത്തച്ചക്ക. ഈ സീതച്ചക്കേനേക്കാളും എനിക്ക് സീതപ്പഴം ഉണ്ടല്ലോ, അതിനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് ആത്തച്ചക്കയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ട്, മൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.